പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനെന്റെ ദൈവമല്ലോ. നാരായണ ഗുരുനായകനെന്റെ ദൈവമല്ലോ. അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വിഷയത്തിലോട്ട് നടക്കുകയാണ്. ഗുരുദേവ കൃതികളിലൂടെ കാളിനാടകം. ഗുരുദേവൻ നമുക്ക് ആരാണ്? പലരും പല രീതിയിലൊക്കെ ഗുരുദേവനെ ചിത്രീകരിക്കുന്നുണ്ട്. അതെല്ലാം അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഗുരുദേവൻ നമുക്ക് സാക്ഷാൽ ഈശ്വരനാണ്, കാണപ്പെട്ട ദൈവമാണ്. ഈ കഴിഞ്ഞ കേൾക്കാമോ? കാര്യം ഞാൻ മയക്കിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ മാറി നിന്നാണ് സംസാരിക്കുന്നത്. അങ്ങനെ എനിക്ക് പറ്റും. കഴിഞ്ഞ 18, 19, 20 തീയതികളിൽ വാദനാപുരത്ത് മംഗലത്തുകോണം എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടുനട ദേവീക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലെ ശിവഗിരി മഠത്തിന്റെ അധ്യക്ഷനായ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളുടെ ഒരു ദിവ്യ പ്രബോധന ധ്യാന യജ്ഞമുണ്ടായിരുന്നു. എല്ലാവരും പങ്കെടുത്തത് കാണേണ്ടതും കേൾക്കേണ്ടതുമായിരുന്നു. സ്വാമി ആ 3 ദിവസം 16 മണിക്കൂർ സംസാരിച്ചു. 3 ദിവസമായിട്ട് 16 മണിക്കൂർ സംസാരിച്ചു. ഗുരുദേവ പരമഹംസ മഹാദേവൻ എന്നൊക്കെ ആണ് അദ്ദേഹം ഗുരുദേവനെ സംബോധന ചെയ്തത്. ഈ 16 മണിക്കൂർ സംസാരിച്ചിട്ടും ഗുരുവിനെ അദ്ദേഹം എന്നുള്ള ഒരു പദം കൊണ്ട് സംബോധന ചെയ്തിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവ പരമഹംസൻ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ. രാജലക്ഷ്മി ആ സഹോദരിയൊക്കെ ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ടത്, ഗുരുവിനെ അറിയാത്തവരാണ്. അദ്ദേഹം എന്നൊക്കെ, അദ്ദേഹം എന്നുള്ള വാക്ക് ഞാൻ കുറച്ച് കാണുന്നില്ല. ഗുരു ആരാണ്? ആമുഖമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയത്തിലോട്ട് കടക്കാം. ഇവിടെ ശ്രീകൃഷ്ണനെ ദൈവമായിട്ട് കാണുന്നു, ശ്രീരാമനെ ദൈവമായിട്ട് കാണുന്നു, യേശുദേവനെ ദൈവമായിട്ട് കാണുന്നു, ആരാധിക്കുന്നു. മുഹമ്മദ് നബിയെ, ശ്രീ ബുദ്ധ ഭഗവാൻ. ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഗുരുദേവന്റെ സ്ഥാനം സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ് മനസ്സിലാക്കി തന്നതും നമ്മൾ ധരിച്ചിരിക്കുന്നതും അങ്ങനെയാണ്. ഇവിടെ ഗുരുദേവനെ ഒരു സാമൂഹിക പരിഷ്കർത്താവായി മഹാത്മാ അയ്യങ്കാളി, ശ്രീ മന്നത്ത് പത്മനാഭൻ, അങ്ങനെയുള്ള പരിഷ്കർത്താക്കളുടെ ആ പട്ടികയിൽപ്പെടുത്തി ഗുരുദേവനെ കൊണ്ടുപോവുകയാണ്. ഇവരാരും ഒരു ദർശനത്തിന്റെ വക്താക്കളല്ല. ബുദ്ധ ഭഗവാൻ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. അദ്ദേഹം കൊട്ടാരം വിട്ട് സകല സൗഭാഗ്യങ്ങളും അദ്ദേഹം ത്യജിച്ചുകൊണ്ട് അദ്ദേഹം കൊട്ടാരം വിട്ട് ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് വന്ന ആ ചരിത്രങ്ങളൊന്നും പറയാൻ സമയമില്ല.
അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. തപസ്സിൽ കൂടി. യേശുദേവനും അങ്ങനെയാണ്, നബി തിരുമേനി അങ്ങനെയാണ്. വ്യത്യസ്തമായ രീതിയിലുള്ള മറ്റേ ആൾക്കാരിൽ നിന്നെല്ലാം, വീട്ടുകാരിൽ നിന്നെല്ലാം മാറി നിന്ന് അവരെവിടെയാണെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് തപസ്സിൽ കൂടിയാണ് ബോധോദയം ഉണ്ടായത്, ജ്ഞാനം ലഭ്യമായത്. പക്ഷേ ആ തപസ്സുകളും ആ ധ്യാനങ്ങളും ഒന്നും ഗുരുദേവന്റെ തപസ്സിനോടൊപ്പമോ അല്ലാതെയോ ഒപ്പം വയ്ക്കാൻ പറ്റില്ല. ഗുരുദേവൻ മരുത്തോമനയിലെ പിള്ള തടാമെന്ന ഗുഹയ്ക്കുള്ളിൽ 5 വർഷക്കാലം ഓരോ തപസ്സായിരുന്നു. ആ തപസ്സിൽ കൂടിയാണ് ബോധോദയം ഉണ്ടാകുന്നത്, ജ്ഞാനം സൃഷ്ടിക്കുന്നത്. അവരെല്ലാം ആ പരമാത്മാവിന്റെ ദിവ്യ പുരുഷന്മാരായിട്ടാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ആ ഗണത്തിലാണ് ഗുരുദേവനും. ഈ പറയുന്ന ആരും തന്നെ തപസ് അനുഷ്ഠിച്ചിട്ടില്ല. എന്തിന്, എസ്പെഷ്യലി ചട്ടമ്പി സ്വാമി പോലും തപസ് ഇരുന്നിട്ടില്ല. അങ്ങനെ ഗുരുദേവൻ വാരണപ്പള്ളിയിൽ ആ ഗുരുമുഖത്ത് നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ആ ചരിത്രമൊക്കെ ഗുരുദേവന് അവിടെ ക്ലാസ് മുറിയിൽ വ്യത്യസ്തമായ ആ രീതിയിൽ കണ്ടതെല്ലാം നമുക്കറിയാം. പക്ഷെ അവിടെ നിന്ന് ആ ഗുരുവിന്റെ മുന്നിൽ നിന്ന് ഗുരുദേവൻ പ്രയാണം ആരംഭിച്ചത് ഗുരു തന്നെയാണ് പറഞ്ഞത്. നാണുവിന്റെ ജന്മ ലക്ഷ്യം വേറെയാണ്. ഈ ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ ഏതൊന്നും നാണുവിനില്ല. അവിടെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്, അതിലോട്ട് എനിക്ക് കടക്കുന്നില്ല. ആ ഗുരു ഭഗവത്ഗീത പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാണു ഇന്ന് പഠിപ്പിക്കുന്നത് നാളെ പഠിപ്പിക്കാൻ പോകുന്നതും ആ ഭഗവത്ഗീത കാണാതെ അങ്ങ് പറയാണ്. കുട്ടികൾ ഓരോരുത്തരുടെ ചോദിച്ച് വരുമ്പോൾ എല്ലാവരും തെറ്റും, ഗുരുവിന് തെറ്റില്ല. ഇന്ന് പഠിച്ചത് ഇന്നലെ പഠിച്ചത് ഇന്ന് ചൊല്ലും, നാളെ പഠിപ്പിക്കാനുള്ളതും ഗുരുവിന് ചൊല്ലിക്കൊടുക്കും. അങ്ങനെ അവസാനം ഗുരുവിനവിടെ അനുഭവിക്കേണ്ടി വന്ന ചില പ്രയാസങ്ങൾ കൊണ്ട് ഗുരു അവസാനം ശ്രീകൃഷ്ണ ദർശനം നൽകിയ ഒരു 4 വരി എഴുതി കൊടുത്താണ് അവിടെ നിന്ന് യാത്രയാകുന്നത്. ഭൂയോവൃത്തി നിവൃത്തിയായി ഭുവനവും സത്യം തിരോഭൂതമായി പീയൂഷധ്വനി നീലമായി ചുഴലവും ശോഭിച്ച് ദീപപ്രഭ മായാ മൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കും ആ കായാവിൻ മലർമേനി കൗസ്തുഭമണി ഗ്രീവന്റെ ദിവ്യോത്സവം. ഇതിനെല്ലാം ഞാൻ വ്യാഖ്യാനം ചെയ്തതിന് പദം പിരിച്ച് പറയുന്നില്ല, അതിന് സമയമില്ല. അങ്ങനെ അവിടെ നിന്ന് ആ ഗുരു പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് ഈ ഗുരുമുഖത്തിൽ നിന്ന് ഒന്നും പഠിക്കാനുമില്ല നാണുവിന്, നാണുവെല്ലാമായിട്ടാണ് ഇവിടെ അവതരിച്ചത്. അങ്ങനെ അവിടെ നിന്ന് യാത്രയായി. അങ്ങനെ അതിനുശേഷം ചെമ്പഴത്തിയിൽ വരികയും ഒത്തിരി കാര്യങ്ങളുണ്ട് ഗുരുവിന്റെ. അതൊക്കെ വിട്ടിട്ട് ഒരു ദിവസം, മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് ഒരു ദിവസം ഗുരുവിനോടൊത്ത് പഠിച്ച പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യൻ, അദ്ദേഹം മണക്കാടാണ് അദ്ദേഹത്തിന്റെ വീട്. അങ്ങനെ അവിടേക്ക് ഗുരുദേവൻ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സത്സംഗം നടക്കുകയാണ്. ആ സത്സംഗത്തില് ചട്ടമ്പി സ്വാമി ഉണ്ടായിരുന്നു. അപ്പം ഗുരുവിനെ ആദ്യമായിട്ടാണ് ചട്ടമ്പി സ്വാമി അവിടെ വെച്ചാണ് കാണുന്നത്. ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുന്ന അതുപോലെയാണ് ചട്ടമ്പി സ്വാമിക്ക് അനുഭവപ്പെട്ടത് എന്ന് ചട്ടമ്പി സ്വാമി പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ സത്സംഗം കഴിഞ്ഞ് പെരുന്നൽ കൃഷ്ണൻ വൈദ്യര് ഗുരുവിനെ പരിചയപ്പെടുത്തി. അങ്ങനെ അവസാനം അതെല്ലാം തീർന്ന് കൃഷ്ണൻ വൈദ്യര് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ അടുത്ത് ഒരു ആശ്രമത്തിൽ അന്തേവാസിയാണ്, അയ്യാ ഗുരു എന്ന് പറയുന്ന ആ ഗുരുവിന്റെ കീഴിൽ ഞാൻ യോഗവിദ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോവുകയാണ്, നാണു കൂടെ കൂടുന്നുണ്ടോ? ആകാമെന്ന് പറഞ്ഞാണ് നാണു അയ്യാ ഗുരുവിന്റെ ആ ആശ്രമത്തിൽ എത്തപ്പെടുന്നത്. അങ്ങനെ അയ്യാ ഗുരുവിൽ നിന്നും യോഗവിദ്യയെല്ലാം പഠിച്ചുകൊണ്ട് വളരെ നാള് കഴിഞ്ഞ് അയ്യാ ഗുരുവും ചട്ടമ്പി സ്വാമിയും കൂടി ഒരു യാത്രയ്ക്ക് തയ്യാറാകുമ്പോൾ നാണുവിനോട് ചട്ടമ്പി സ്വാമിയോട് ചോദിക്കുകയാണ്, നാണു, ഞാനും അയ്യാ ഗുരുവുമായി ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്, നാണു കൂടുന്നുണ്ടോ, അത് കൂടി ചേരുന്നുണ്ടോ? ആകാമെന്ന് പറഞ്ഞു. അവര് പിറ്റേ ദിവസം രാവിലെ യാത്രയായി.
രണ്ടുപേരും മുന്നേ നടന്നുപോയി. ഞാനും ഒരല്പം പുറകിൽ കൂടി പതുക്കെ സഞ്ചരിച്ചു തുടങ്ങി. അവര് മുന്നേ പോയി. കുറെ വഴി കടന്നു പോയപ്പോൾ വഴിമധ്യേ ഒരു പൂച്ച കിടക്കുന്നത് കണ്ടു. അനക്കമില്ല, ദേഹമാസകല ഉറുമ്പ്, വായിക്കൂടെ ഒരേയും പതയൊക്കെ വന്ന് അങ്ങനെ കിടക്കുകയാണ്. അവര് ആദ്യം അയ്യാഗുരു നോക്കി അങ്ങ് പോയി, ചട്ടമ്പി സ്വാമി നോക്കി അങ്ങ് പോയി. പക്ഷേ സാവകാശം പിന്നാലെ വന്ന ഗുരുദേവൻ ആ പൂച്ചയെ ഒന്ന് നോക്കി. എന്നിട്ട് അതിനെ വാരിയെടുത്തു, നെഞ്ചോട് ചേർത്ത് ആ ദേഹത്ത് പറ്റിയിരുന്ന ഉറുമ്പിനെയെല്ലാം സാവകാശം ഗുരുദേവനെന്ന് തുടച്ചു മാറ്റി. എന്നിട്ട് ഗുരുദേവൻ അതിനൊന്ന് സൂക്ഷിച്ചു നോക്കി. ചലനമുണ്ട്, ജീവനുണ്ട്. അങ്ങനെ അല്പനേരം കഴിഞ്ഞപ്പോൾ ഗുരു ആ പൂച്ചയും കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. മറ്റവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി, അനക്കമൊന്നുമില്ലല്ലോ, നാണു പുറകിലില്ലേ. തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ രണ്ടുപേരും കണ്ട് ഉപേക്ഷിച്ച് പോയ പൂച്ചയെ എടുത്ത് തടവിക്കൊണ്ട് നിൽക്കുകയാണ്. നാണുവിന് എന്ത് പറ്റി എന്ന് പറഞ്ഞ് അവർ അല്പം മുന്നോട്ട് നീങ്ങി. അപ്പം ഗുരു നടന്നു പോകുകയാണ്. മുന്നോട്ട് നീക്കിയപ്പോൾ അവർ അടുത്തെത്തിയപ്പോൾ നാണു ഈ പൂച്ചയെ തറയിൽ വിട്ടുകൊടുത്തു. പൂച്ച ഓടിച്ചു. അപ്പോൾ ഒന്നുകിൽ ചത്ത് കിടന്ന പൂച്ചയെ ഗുരുദേവൻ ജീവൻ കൊടുത്തു, അല്ലെങ്കിൽ അത് ചത്തിട്ടില്ല, അതിന് ജീവനുണ്ടെന്ന് മറ്റവർ രണ്ടുപേരും മനസ്സിലാക്കാത്ത കാര്യം ഗുരു മനസ്സിലാക്കി. അപ്പോഴത്തേക്ക് അയ്യാഗുരു പറഞ്ഞു, നാണുവിന് ഈ ഗുരുമുഖത്തിൽ നിന്നും ഒന്നും പഠിക്കാനില്ല. നാണു ആ പ്രകൃതി നിയമം അനുസരിച്ച് ഇങ്ങനെയൊക്കെ കടന്നു വന്നതാണ്. ഒരു ഗുരുവിന്റെ ശിഷ്യനാകണം. അങ്ങനെ തന്നെയാണ് വാരണപ്പള്ളിയിൽ, അങ്ങനെ തന്നെയാണ് അയ്യാഗുരുവിന്റെ ആശ്രമത്തിലും. ഈ പ്രകൃതി നിയമം അനുസരിച്ച് ഓരോന്നിനും ഓരോ ഗുരുക്കന്മാരുണ്ടാകണം എന്നുള്ള പ്രകൃതി നിയമം അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഗുരുദേവൻ ഈ ആശ്രമങ്ങളിലെല്ലാം ഈ കടന്നു പോയത്. അപ്പൊ അയ്യാസ്വാമി പറഞ്ഞു, നാണുവിന്റെ ജന്മ ലക്ഷ്യം തന്നെ മറ്റൊന്നാണ്. നാണു എല്ലാമായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ നാണുവിന് ഇങ്ങനെയൊക്കെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നാണുവിന്റെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ ഗുരുമുഖത്ത് നിന്ന് പുറപ്പെടാം. അയ്യാഗുരു അനുഗ്രഹിക്കുകയാണ് വിട്ടത്. അങ്ങനെയാണ് ഗുരുദേവൻ മരുത്വാമലയിൽ പോയത്. അവിടെ 5 വർഷം ഓരോ തപസ്സാണ്. ആ തപസ്സിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഒരുപാട് നമ്മളെല്ലാം ഈ രോമാഞ്ചം കൊള്ളിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിലോട്ടൊന്നും കടക്കുന്നില്ല. അങ്ങനെ ഗുരുദേവന്റെ ഈ വിയോഗത്തിൽ, നാണുവിന്റെ വിയോഗത്തിൽ ചട്ടമ്പി സ്വാമി ഒടുവിൽ അന്വേഷിച്ച് പോയപ്പോൾ ചട്ടമ്പി സ്വാമി പകുതി എത്തിയപ്പോൾ തന്നെ അവിടെ വെച്ച് നിർത്തി. ചട്ടമ്പി സ്വാമി അന്ന് പോയില്ല. ചട്ടമ്പി സ്വാമി തിരിച്ചു വന്നു. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. ഗുരുദേവനുമായിട്ടുള്ള വിയോഗത്തിൽ വനന്തൊന്ന് ഉറക്കം വരുന്നില്ല. അങ്ങനെ അർദ്ധരാത്രി, ഒരു ദിവസം അർദ്ധരാത്രി അദ്ദേഹം ഒരു പേപ്പറിൽ കുറിച്ചു, നാണു ആരാണ്, നാണുവിന്റെ രൂപം എന്താണ്. ആ 4 വരിയിൽ കൂടി നമുക്കറിയാം നാണു ആരാണെന്ന്. മാണിക്യ മാമലയിൽ മഞ്ഞു ജലക്കുളത്തിൽ കോണിൽ കുരുത്തു വളരും ചെറു കൈതന്മേൽ കാണക്കൊതിക്ക വിലസുന്ന കുസുമത്തെ വെല്ലും കായത്തെ ഒന്ന് കണി കാൺമതിനെന്ന് കിട്ടും. എന്ത് വർണ്ണനയാണ്! മാണിക്യ മാമല, മാണിക്യം കൊണ്ട് തീർത്ത ഒരു മഹാമല, മലയുടെ മാതാവ്, പർവ്വതം എന്ന് വേണമെങ്കിൽ പറയാം. അത് മാണിക്യം കൊണ്ട് തീർത്തതാണെന്ന് ഭാവനയിലെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. മാണിക്യ മാമലയിൽ മഞ്ഞു ജലക്കുളത്തിൻ, ആ മാമലയുടെ മാണിക്യത്താൽ തീർത്ത ആ മാമലയുടെ താഴ്വാരത്തിൽ ഒരു തടാകം. ആ തടാകത്തിൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്ന ജലം മഞ്ഞിൻ തുള്ളികളാൽ നിറയ്ക്കപ്പെട്ടത്. അപ്പൊ അതിന്റെ ആ ഒരു പരിശുദ്ധി നോക്കണം. മാണിക്യ മാമലയിൽ മഞ്ഞു ജലക്കുളത്തിൽ കോണിൽ
വളരും ചെറു കൈത തന്നെ കാണക്കൊതിക്ക് വിലസുന്ന കുസുമത്തെല്ലും കായത്തെ ഒന്ന് കണി കാണുന്നതിന് കിട്ടും. അപ്പൊ ആ മഞ്ഞിൻ തുള്ളികളാൽ നിറയ്ക്കപ്പെട്ട ആ ഒരു മനോഹരമായ തടാകം, എന്നുവെച്ചാൽ ആ മാണിക്യ മലയുടെ പ്രതിബിംബം ഈ ജലാശയത്തിൽ ഇങ്ങനെ തിളങ്ങി തിളങ്ങി കാണുന്ന ആ ഒരു ജലാശയത്തിന്റെ ആ ഒരു തടാകത്തിന്റെ ഒരു മൂലയിൽ അതിമനോഹരമായ ഒരു ചെറിയ കൈത ഇങ്ങനെ കുരുത്തിങ്ങനെ മനോഹരമായിട്ട് നിൽക്കുകയാണ്. ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കണം. ആ ചെറു കൈതയില് ഒരു കൈതപ്പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. കൈതപ്പൂവിന്റെ നിറം അറിയാം, സ്വർണ്ണ കളറല്ല, തങ്ക കളറാണ്. അപ്പൊ ആ കൈതപ്പൂവിന്റെ തങ്കവർണ്ണത്തിലുള്ള ആ കൈതപ്പൂവിനെ പോലും വെല്ലുന്ന കായത്തെ, ആ മുഖ തേജസ്സിനെ, ആ ശരീര തേജസ്സിനെ, ആ തങ്കവർണ്ണ കളറുള്ള ആ ശരീരത്തെ ഞാൻ ഉണർന്ന് കണ്ണു തുറക്കുമ്പോൾ എന്റെ മുന്നിൽ എന്ന് കണി കാണുന്നതിന് വേണ്ടി വന്നു നിന്ന് തരും എന്ന് ആരാണ് എഴുതിയിരിക്കുന്നത്? മാണിക്യ മാമലയിൽ മഞ്ഞു ജലക്കുളത്തിൻ കോണിൽ കുരുത്തു വളരും ചെറു കൈത തന്മേൽ കാണക്കൊതിക്ക വിലസുന്ന കുസുമത്തെ വെല്ലും കായത്തെ കണി കാണുന്നു. അപ്പൊ ചട്ടമ്പി സ്വാമിയുടെ ഭാവനയില് ഗുരുദേവൻ അങ്ങനെയാണ്. ഗുരുദേവൻ ഇങ്ങനെ ഈ അവധൂതനായിട്ട് നടക്കുന്ന വേളയില് രമണ മഹർഷി ഒന്ന് സന്ദർശിക്കാൻ അങ്ങനെ തമിഴ്നാട്ടിൽ കൂടെ ഒക്കെ നടക്കുകയാണ്. അവൻ ആ തിരുവണ്ണാമലയുടെ ഓരത്തു കൂടി നടന്നു പോയപ്പോൾ ശിഷ്യന്മാരും എല്ലാവരും കൂടെ നടന്നു പോയപ്പോൾ പറഞ്ഞു, രമണ മഹർഷിയുടെ ആശ്രമം ഇവിടെ അടുത്താണ്, എന്നാ കണ്ടുകളയാം. രമണ മഹർഷി ഗുരുദേവൻ ചെന്നപ്പോൾ ഒരു ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന് തപസ് ചെയ്യുകയാണ്, ധ്യാനത്തിലിരിക്കുകയാണ്. ഗുരുദേവൻ മെല്ലെ നോക്കിയപ്പോൾ ധ്യാനത്തിലിരിക്കുകയാണ്. ഗുരുദേവൻ പതുക്കെ മാറി. എന്താണ്? ധ്യാനത്തിലിരിക്കുന്ന ഒരു യോഗിയെ, ഒരു ഋഷിവര്യനെ ഉണർത്താൻ പാടില്ല. മാറി അടുത്ത് നിന്ന് രമണ മഹർഷിയുടെ ശിഷ്യന്റെ അടുത്ത് ചോദിച്ചു, ഒരു എഴുതാനുള്ള ഒരു പേപ്പറും പെൻസിലോ പേനയോ എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടുമോ? ഉണ്ട് സ്വാമി, കൊണ്ടുതരാം. ആ ശിഷ്യൻ, രമണ മഹർഷിയുടെ ശിഷ്യൻ, ഒരു പേപ്പറും പേനയോ പെൻസിലോ കൊണ്ടു ഗുരുദേവന്റെ കയ്യിൽ കൊടുത്തു. ആ പേപ്പറിൽ ഗുരുദേവൻ ഒരു 4 വരി അപ്പോഴ് ചിന്തിച്ചതൊന്നുമില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിങ്ങനെ വന്നതല്ല. ഗുരുദേവൻ 4 വരി എഴുതി 4ആയിട്ട് മടക്കി ആ ശിഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മഹർഷി ധ്യാനത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ ഈ പേപ്പർ കൊടുക്കണം എന്ന് പറഞ്ഞു. ഗുരു ആ മല ചുറ്റി മറുഭാഗത്തിൽ ചെന്ന് മുകളിൽ കയറി ഒരു പാറപ്പുറത്തിരുന്നു. അല്പനേരം കഴിഞ്ഞ് മഹർഷി ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് പുറത്തു വന്നപ്പോൾ ആ ശിഷ്യൻ ഈ പേപ്പർ, ഗുരുദേവൻ എഴുതി കൊടുത്ത പേപ്പർ എന്ന് കയ്യിൽ കൊടുത്തു. മഹർഷി നിവർത്തി നോക്കി. മഹർഷി ഇതെല്ലാം അറിഞ്ഞിട്ടിരിക്കുകയാണ്. എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് ഗുരുദേവൻ ഏത് വഴിയാണോ പോയത് അതേ വഴി കയറി മറുഭാഗത്ത് നിന്നിട്ട് മുകളിൽ കയറി. ഗുരുദേവൻ ഇരുന്ന കണക്കുള്ള ഒരു പാറ അതിന് എതിർവശത്തും ഉണ്ടായിരുന്നു. ആ പാറയില് രമണ മഹർഷി ഇരുന്നു. രണ്ടുപേരും മുഖാമുഖം ഇരുന്നതല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്താണ്? അവിടെ ഒന്നേ ഉള്ളു, അവിടെ രണ്ടില്ല. അവിടെ ഒന്നേ ഉള്ളു. രണ്ടുണ്ടെങ്കിലല്ലേ ചോദ്യമുള്ളൂ, അല്ലേ? രണ്ടുപേരുണ്ടെങ്കിലേ ചോദ്യമുള്ളൂ. അവിടെ ഒന്നേ ഉള്ളു. എന്താണ് എഴുതി കൊടുത്തത്? എന്താണ് 4 വരി എഴുതി കൊടുത്തത്? വിദ്യാദി വാദോ പരതം മഹാന്തം പ്രശാന്ത ഗംഭീര നിജസ്വഭാവം ശോണാജലേ ശ്രീരമണം നിരീക്ഷ്യ പ്രോവാച നാരായണ സംയതീന്ദ്ര.
ഇത്യാദി വാദമുഖങ്ങളെല്ലാം പരിത്യജിച്ച് ഇത്യാദിവാദോ പരതം മഹാന്തം, ഒരു മഹത്തായ ആ ഒന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാന്തം പ്രശാന്തനായി, പ്രശാന്ത ഗംഭീരൻ, ഗംഭീര പ്രശാന്ത ഗംഭീരനായിട്ട് നിജസ്വഭാവനായിട്ട് ഒന്നിൽ മാത്രം, അവിടെ ഒന്നേ ഉള്ളു, ആ ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ധ്യാനത്തിലിരിക്കുന്ന രമണനെ, ശ്രീരമണനെ ഞാൻ കണ്ടു. ഇത്യാദിവാദോ പരതം മഹാന്തം പ്രശാന്ത ഗംഭീര നിജസ്വഭാവം. ഇങ്ങനെയുള്ള ശ്രീരമണം നിരീക്ഷ്യ, ഞാൻ രമണനെ ഞാൻ കണ്ടു. ഇതാരുടെ വാക്കുകളാണ്? പ്രോവാച, പ്രോവാച, ഇതാരുടെ വാക്കുകളാണ്? പ്രോവാച നാരായണ സംയതീന്ദ്ര, യതിമാരിൽ ഇന്ദ്രനായ, മനസ്സിലാക്കണം, യതിമാരിൽ ഇന്ദ്രനായ നാരായണന്റെ വാക്കുകളാണിത് എന്ന് ഗുരു രമണ മഹർഷിക്ക് എഴുതി കൊടുത്ത ആ 4 വരിയില് ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. യതിമാരിൽ ഇന്ദ്രനാണ്, യതിയല്ല, യതിമാരിൽ ഇന്ദ്രനാണ്. ആരാ? സാക്ഷാൽ ഭഗവാനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഗുരു മരുത്വാമലയിൽ തപസ്സനുഷ്ഠിക്കുമ്പോൾ സുബ്രഹ്മണ്യന്റെ ദർശനം, അതിനുവേണ്ടി തപസ്, ആ തപസ്സിന്റെ സ്വഭാവമായി സുബ്രഹ്മണ്യനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഗുരു ഇരിക്കുകയാണ്. അന്തിപ്പൂം തിങ്കളൊന്തും തിരുമുടി തിരുകി ചൂടിയാടും പണത്തിൻ ചന്തൻ ചിന്തൻ നിറാവിനൊളി വെളിയിൽ ഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചെന്തി വെളി ചെങ്കതിർ നില ചൊരിയി ചന്തകാരാനകറ്റി ചിന്താ സന്താനമേ നിൻ തിരുവടി അടിയൻ, നിൻ തിരുവടി അടിയൻ സങ്കടം പോക്കിടേണം. പച്ചപ്പൻ മയിലേറി പരിചിനോടെഴുന്നള്ളി പഠിക്കൽ കിടക്കും ഈ പിച്ചക്കാരന് വല്ലോം ഒരു ഗതി തരണേ, മറ്റെനിക്ക് ആരുമില്ലേ. ഇങ്ങനെ വിളിക്കാണ്. ഞാനിതാ പിച്ചക്കാരനായിട്ട് നിന്റെ മുന്നിൽ യാചിച്ചു നിൽക്കുകയാണ്. പാതിപ്പെൺമൈ മകൻ നിൻ തിരുവടിയുടെ മേലേറി ആടുന്ന നേരം മോദിച്ചേതും മടിക്കാതെ അവനെ ഇവിടെ നീ കൊണ്ടുവാ തങ്കമേ. അങ്കുങ്കും നാടിയോടും ദിനമണി മതിയും പോയണഞ്ഞിടും അപ്പോൾ തങ്കക്കോയിക്കലുള്ളിൽ തരളമണി വിളക്കും കൊളുത്തി കരേറ്റി നങ്കും മങ്കും നടിച്ചും നടനമിടുവതിനായി എഴുന്നള്ളി വായി അംഗം വെട്ടുന്ന വേടപ്പരിചയ നിലവേ പുസ്തുതിയില്ല. ഇങ്ങനെ സുബ്രഹ്മണ്യന്റെ മുന്നിൽ അപേക്ഷിക്കുകയാണ്. കണ്ണുണ്ട് ഈരാറ് കാതും കരവും അത് കണക്കൊണ്ട് കാരുണ്യമോ ഈ വണ്ണം മറ്റാർക്കുമില്ല. ഈ അടിമയുകപ്പെടും പാടു കണ്ടില്ലയോ നീ സുബ്രഹ്മണ്യ. നിനക്ക് ആറുമുഖനായ നിനക്ക് 12 കണ്ണില്ലേ, 12 കരങ്ങളില്ലേ, 12 കാതുകളില്ലേ? എന്നെ നിനക്ക് ദർശിക്കുന്നതിന് വേണ്ടി 12 കണ്ണിൽ ഒരു കണ്ണ് പോരെ? എന്നെ കേൾക്കുന്നതിന് വേണ്ടി 12 കാതിൽ ഒന്ന് പോലെ? എന്നെ ഒന്ന് രക്ഷിച്ച് അഭയം തരുന്നതിന് വേണ്ടി 12 കൈയുള്ളതിൽ ഒന്ന് പോരെ? അനങ്ങുന്നില്ല. ഓട്ടിയിലൊട്ടിച്ചു നാളെ തിരുനടി വെളി പാർത്തങ്കുശുങ്കന്ന് തട്ടി കൂട്ടി പൂട്ടി പിടിച്ച് ആ കുതിരയെ റോട്ടൂടെ ഓടിച്ചു വേഗം ചാട്ടിൻ കൂട്ടിങ്കൽ ചഞ്ചലതരമിളകും പഞ്ചരാജാക്കൾ പോമുൻ കൂട്ടക്കോട്ടോട് കോട്ടയ്ക്കകമത് കരേറി സുഖിപ്പാൻ വരം താ. ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ആശയങ്ങള് നമ്മൾ ഇതിൽ കൂടെ നമ്മൾ ഗുരുവിനെ അറിയും.
ഇതിൽ കൂടി നമ്മൾ ഗുരുവിനെ അറിയണം. രക്ഷയില്ല. പിന്നെ ഗുരുദേവൻ ഫ്ലാറ്റ് മാറ്റി, രീതി മാറ്റി. ഇത്രയും പറഞ്ഞിട്ടും ദർശനം തരുന്നില്ലേ? അന്തിപ്പൂന്തിങ്കളുന്തി തിരുമുടി തിരുകി ചൂടിയാടും പണത്തിൻ ചന്തം ചിന്തും നിലാവിനൊളി വെളിയിൽ എന്ന പൊങ്ങിക്കവിഞ്ഞും കൂനിത്തന്തേനുമായി ആക്ഷേപം പറയാൻ തുടങ്ങി. കൂനിത്തന്തേനുമായി മൗന പൂന്തേനൊഴുക്കെ മതി അമൃതൊലിയെ മന്ദനാമൻ മനക്കൺ ജ്ഞാനക്കണ്ണാടിയെ നിൻ തിരുവടി അടിയൻ തീ പൊറുത്തിയിട വേണം. വാക്കുകളെ കേട്ട, എന്റെ ഉള്ളിലുള്ള തീ നീ പൊറുക്കണം. നീ പൊറുക്കാതിരിക്കണ്ട, നീ അത്ര കേമനാകണ്ട. ഊനിത്തന്തേനുമായി കുറവർ കുടിയതിൽ പെണ്ണെടുത്തുണ്ടതേക്കാൾ മാനക്കേടോ നിനക്ക് ഈ അഗതിയെ യവനം ചെയ്ത് നിന്നോട് ചേർത്താൽ. നീ ഒന്നും മേനി ചവേണ്ട. ഈ കുറവന്മാരെല്ലാം തിങ്ങി വസിക്കുന്ന ഒരു മേഖലയിൽ തലയെ മുണ്ട് വിട്ടുകൊണ്ട് നീ നിന്റെ അച്ഛനും കൂടാ പെണ്ണെടുത്ത് ആ കുറത്തിയുടെ വീട്ടില് ഉണ്ട് ഉറങ്ങിയതിനേക്കാളും മാനക്കേടാണ് എനിക്ക് ഒന്ന് ദർശനമേകാൻ. മനസ്സിലായില്ലേ? എച്ചിൽ ചോറുണ്ട പുള്ളിക്ക് ഇനിയൊരു മകനാം നീ എരപ്പാളി. ഗുരുവിനെ കൊണ്ടല്ല പറ്റുമോ? ഗുരുവിനെ എരപ്പാളി എന്ന് വിളിക്കാം, സുബ്രഹ്മണ്യനെ എരപ്പാളി എന്ന് വിളിക്കാം. എച്ചിൽ ചോറുണ്ട പുള്ളിക്ക് ഇനിയൊരു മകനാം നീ ഇരപ്പാളി, ഞാനോ പിച്ചക്കാരൻ. നീ നിന്റെ അച്ഛൻ ഇറന്നുകൊണ്ടുവരുന്ന കത്തിൽ നിന്നും ചോറിൽ നിന്നും പാർവതിക്ക് കൊടുത്തു, ആ വലിയ വേറെ ഗണപതിക്ക് കൊടുത്തു, നിനക്കും തന്നു. പിന്നെ ആ ഫലത്തിന് അതിന്റെ ചുറ്റും പറ്റിയിരിക്കുന്നത് തൂത്തിട്ടാണ് നിന്റെ അച്ഛൻ കഴിക്കുന്നത്. നിന്റെ അച്ഛൻ ഇറന്നുകൊണ്ടുവന്ന് പിളർന്നു തിന്നുന്ന ഇരപ്പാളിയല്ലേ നീ? ഞാനോ പിച്ചക്കാരൻ. ഞാൻ പിച്ചക്കാരനാണ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഭിക്ഷയെടുത്ത് ഞാൻ കഴിയേണ്ടി. മനസ്സിലായില്ലേ? ഉന്മാനില്ല നിരപ്പോട്ടിയും ഒരു വടിയും കൊണ്ടു നീളേ നടക്കും പെൺമൈ വങ്കൻ കുടത്തിൻ കവിള് കവിയുമാറുള്ള കള്ളും ചുമന്നും. തന്തേനെ കുറിച്ച് പറയാം. സുബ്രഹ്മണ്യൻ വേണം നിന്റെ നീ അത്രയ്ക്ക് മേലെയാകണ്ട. നിന്റെ അച്ഛൻ ഇങ്ങനെയുള്ളവനല്ലേ? ഉന്മാനില്ല നിരപ്പോട്ടിയും ഒരു വടിയും കൊണ്ടു നീളേ നടക്കും പെൺമയ പങ്കൻ കുടത്തിൽ കവിള് കവിയുമാറുള്ള കല്ലും ചുമന്നും നിർമ്മാണം പോൽ ചിലപ്പോൾ അരയിൽ ഒരു കരുത്തോടുത്തും നടക്കും വൻമായം നിൻ തകപ്പൻ വികൃതികൾ പറവാൻ ആദിശേഷനുമോ. നിന്റെ അച്ഛൻ ചിലപ്പോ മുണ്ടെന്ന് കൊടുക്കാതെ നടക്കും. എന്ത് മാനക്കേടാ, എന്ത് മാനക്കേടാ. കള്ളും ചുമന്നുകൊണ്ട് കിടക്കും. ചില ചുരുക്കി പറയാൻ സമയമില്ല. കള്ളും ചുമന്ന് നടക്കും. ചിലപ്പം തുണിയൊന്നുമില്ല നടക്കും. ചിലപ്പോ ആനത്തോലെടുത്ത് നടക്കും. ഇങ്ങനെയുള്ള നിന്റെ തകപ്പന്റെ വികൃതികൾ പറവാൻ 1000 തലയുള്ള 1000 നാവുള്ള ആദിശേഷന് പോലും ആമോ. അപ്പൊ പിന്നെ സുബ്രഹ്മണ്യൻ വിചാരിക്കേട്ട, ഇനി ഇരുന്നാൽ ശരിയാകില്ല, ഇനി ഇരുന്നാൽ ശരിയാകില്ല, ഇതുകൊണ്ടൊന്നും തീരില്ല. അങ്ങനെയാണ് ദർശനം കൊടുത്തത്. ഇനി ഒരുപാട് ഇതിന്റെ കഥകൾ പറയാനുണ്ട്, ഞാൻ ചുരുക്കിയാണ്. എങ്ങനെ ദർശനം കൊടുത്തത്? സുബ്രഹ്മണ്യൻ ഗുരുവിന്റെ മുന്നിൽ വന്നത് എങ്ങനെയാണ്? സ്വർണ്ണ കണ്ണാടി പൂക്കും കവിളിണ ഒളിവിൽ കുണ്ടലം കർണബിംബം കണ്ണിൽ കാണാൻ കൊതി പൈങ്കിളിയുടെ പവിഴച്ചുണ്ട് തോക്കുന്ന മൂക്കും വെണ്ണക്കണ്ടത്തിനുള്ള വെളി ഒളികളയും താടിയും തേടുമീ എന്നുണ്ണി പൈതേൻ കുഴമ്പേ. പിഴകൾ ചെയ്തതും ചെയ്വതും നീയേ. അങ്ങനെയാണ് ദർശനം.
ആ സുബ്രഹ്മണ്യന്റെ ആ മുഖം ഇതുപോലൊരു കവി, ഗുരുവിനെ പോലൊരു കവി ലോകത്തുണ്ടായിട്ടില്ല. സ്വർണ്ണ കണ്ണാടി കുപ്പും ഒരു സ്വർണ്ണ കണ്ണാടി ഇങ്ങനെ ആ സുബ്രഹ്മണ്യന്റെ ആ കവിളില് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ അതിനെ പോലും വെല്ലുന്ന സ്വർണ്ണ കണ്ണാടി കുപ്പും കവിള്. ആ കവിളില് ആ സ്വർണ്ണ കണ്ണാടി കൂപ്പും കവളിണ ഒളിവിൽ കുണ്ടലം, കാതില് ചെവിയിൽ തൂക്കിട്ടെങ്കിൽ 2 കുണ്ടലം, കർണബിംബം, ആ കർണത്തിന്റെ ആ കുണ്ടലത്തിന്റെ ആ ബിംബം ഈ സ്വർണ്ണ കണ്ണാടിയിൽ കൂടി ഇങ്ങനെ പ്രതിഫലിക്കും. ഒന്ന് ഭാവന ചെയ്ത് നോക്ക്. വെള്ളക്കണ്ടത്തിനുള്ള മെളി ഒളികളെയും താടിയും തേടുമീ എന്നുണ്ണി പൈന്തേൻ കുഴമ്പേ. പിഴകളഖിലവും, അതാണ് ഗുരു, പിഴകളഖിലവും ചെയ്തതും ചെയ്വതും നീ കാരണമാണ്. ഞാൻ നിന്നെ ഈ ആക്ഷേപം പറഞ്ഞത്, ഈ പഴിച്ചത് എല്ലാം ഞാൻ കാരണമല്ല, നീ കാരണമാണ്. നീ യഥാസമയം എനിക്ക് ദർശനം തരാത്തത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. ഞാനിത് പറയാൻ കാര്യം, ഗുരുദേവനെ പോലൊരു കവി ONV കുറുപ്പ് സാറ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുദേവ കൃതികൾ റെഫർ ചെയ്യാൻ വേണ്ടി ഞാൻ വളരെ വൈകിപ്പോയി. വളരെ നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പുത്തൻ വാക്കുകൾ അതിൽ നിന്ന് ശേഖരിക്കാൻ പറ്റുമായിരുന്നു എന്ന് ONV കുറുപ്പ് സാർ പറഞ്ഞു, രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ONV സാർ എഴുതിയ കവിതകളിൽ കൂടിയാണ് ONV സാർ ഇത് രേഖപ്പെടുത്തുന്നത്. ഗുരുവിനെ കുറിച്ചുള്ള കവിത വള്ളത്തോൾ നാരായണമേനോൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് അറിയാൻ വൈകിപ്പോയി. അതാണ് ഗുരുവിനെ പോലൊരു കവി ലോകത്തില്ല. നമ്മളിതെല്ലാം മനസ്സിലാക്കണം. നമ്മൾ ചുമ്മാ വെറുതെ ഗുരുദേവൻ പോരാ. ഗുരു ആരാണ്? നമുക്ക് കാണപ്പെട്ട ദൈവമാണ്. ഗുരു മരുത്താമല പിള്ളത്തല ഗുഹയില് തപസ് ചെയ്യുമ്പോൾ ഗുരുവിന് 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആരാണ് ആ സുഹൃത്തുക്കള്? ആരാണ്? പാമ്പും പുലിയും. ഗുരുദേവന് കാവലായിട്ട് 2 പാമ്പും പുലിയും ഉണ്ട്. ഗുരുദേവന് കാവലായിട്ടാണ്. പക്ഷെ നമ്മളുടെ ഉള്ളിലും 2 ഒരു പാമ്പും പുലിയും ഉണ്ട്. ഗുരുദേവനത് വ്യക്തമായി ശിവശതകത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. മലയതിലുണ്ട് മരുന്ന് 3, പാമ്പും പുലിയും അതിന് ഇരുപാടുമുണ്ട് കാവൽ. ഉലയനെടുത്ത് ഭുജിക്ക പാതിയെന്നും വിരസതി നീ എടുത്തുകൊള്ളുക നെഞ്ചേ. നമ്മളിലുമുണ്ട് പുലിയും പാമ്പും പുലിയും, രാഗദ്വേഷാദികളാകുന്ന പാമ്പും പുലിയും നമ്മുടെ മല, ഹൃദയമാകുന്ന മലയ്ക്കുള്ളിലും ഉണ്ട്. എന്താണ്? മരുന്ന് 3, സത്ത് ചിത്ത് ആനന്ദം. പക്ഷെ നമുക്ക് തൊടാനൊക്കില്ല, നമ്മളത് അറിയുന്നില്ല. നമ്മൾ ഈ പുറമേ കാണുന്ന വിഷയങ്ങളിൽ വ്യാപരിച്ച് നടക്കുകയാണ്. ഈ അമൂല്യമായ സച്ചിദാനന്ദത്തെ നമുക്ക്, ഈ രാഗദ്വേഷാദികളെല്ലാം നമ്മൾ മാറ്റിയാൽ ആ സത്യചിത്ത ആനന്ദം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഗുരു ആരാണെന്ന് ഇതിൽ കൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഗുരു ഇവിടെ ജാതി വ്യവസ്ഥയെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ശ്രീകൃഷ്ണൻ ആരാണ്? യാദവ കുലജാതനാണ്, അല്ലെ? യാദവ കുലജാതനാണ്. ആ കുലത്തിന്റെ പരമ്പരകൾ എന്നുകൊണ്ട് മുലായം സിംഗ് യാദവ്, ലല്ലു പ്രസാദ് യാദവ്, അങ്ങനെ ഒരുപാട് യാദവന്മാരുണ്ട്, അല്ലെ? ഗുരുവ ഈഴവ കുലജാതൻ. ഇത് 2 അല്ലെന്നാർക്കെങ്കിലും പറയാമോ? പറച്ചിയിൽ നിന്ന് പണ്ട്
പരാശര മഹാമുനി പറഞ്ഞ് മറുകൂട്ടിൽ മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ അല്ലേ അല്ലേ ഗുരു ശിവശതകത്തില് 2ാമത്തെ ശ്ലോകത്തില് ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പറഞ്ഞു മറുകൂട്ടിൽ മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ. വ്യാസന്റെ അമ്മ പറച്ചിക്ക് ജനിച്ച പരാശര മഹാമുനിക്ക് ഒരു ഉപശ്രീയിൽ ഉണ്ടായതാണ് വേദവ്യാസൻ അല്ലേ? അപ്പൊ ഈ വേദത്തിന്റെ ഒക്കെ അവകാശികളാണ്. വേദം സാക്ഷാൽ ദേവിയാണ് ഇതിന്റെ എല്ലാ അവകാശി. ഗുരുദേവൻ ശിവശതകത്തിൽ 2ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് പറയുന്നത്. എന്താണെന്നറിയാം? അരുമറ 4 ഒരിക്കലോതി മുന്നം കരിമുകൾ വർണ്ണന് പങ്ക് ചെയ്ത് നൽകി പരമത് വള്ളുവർ നാവിലും ഒഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. ഇവിടെ കൊണ്ട് വ്യക്തിയാണ് ഈ വേദങ്ങളെല്ലാം ദേവിയിൽ നിന്നാണ്. ദേവിയാണ് അതിന്റെ ഉടമസ്ഥ. മറ എന്ന് പറഞ്ഞത് അരുമറ 4 ഒരിക്കലോടി മുന്നാണ്. മറയെന്ന് പറയുന്നത് വേദം. വേദത്തിന്റെ സംസ്കൃത വാക്കാണ് മറ. അപ്പൊ അരുമറ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ, നമ്മൾ അരിമക്കിടാവ് അരിമ കുഞ്ഞെന്നൊക്കെ പറയില്ലേ, അതുപോലെ അരുമറ 4 ഒരിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണന് പങ്ക് ചെയ്തു നൽകി. പിന്നെ ആർക്കാ? പരമത് വള്ളുവർ നാവിലും ഒഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. ആരാണ് പരിമള ഭാരതി? സാക്ഷാൽ ശാരദാദേവി. ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശാരദാമഠത്തിൽ വാണരുളുന്ന വിദ്യാദേവതയായ ശാരദാദേവിയാണ് ഇതിന്റെ ഉടമസ്ഥ, വേദങ്ങൾക്ക്. അപ്പം അരുമറ 4 ഒരിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണന് പങ്ക് ചെയ്തു നൽകി. ശ്രീകൃഷ്ണ ഭഗവാൻ പങ്ക് ചെയ്തു അല്ലേ? കരിമുകിൽ വർണ്ണൻ. പിന്നെ ആർക്കാ കൊടുത്തത്? വള്ളുവർ നാവിലും ഒഴിഞ്ഞ. വള്ളുവർ ആരാ? തമിഴ്നാട്ടിൽ വള്ളുവർ. ആ വള്ളുവർ മഹാ പണ്ഡിതൻ, മഹാഋഷിവര്യൻ, ദൈവതുല്യൻ. ആ വള്ളുവരുടെ അച്ഛനാരാണ്? ആ വള്ളുവരുടെ മാതാവ് ആരാണ്? ആര്? പറച്ചിയില് ചണ്ടാലനുണ്ടായ മകനാണ് ആര്? വള്ളുവർ, തിരുവള്ളുവർ. എങ്ങനെയുണ്ട്? ഇവിടെ ജാതിയൊക്കെ പറഞ്ഞിട്ടാണ്. ഇവിടെ പിന്നോക്കക്കാരനായ ശ്രീകൃഷ്ണന്റെ ആ ശ്രീകോവിലിന്റെ സോപാനത്തിന് അരികില് അവർണർക്ക് പ്രവേശനമില്ല. അവൻ പൂജിക്കുന്ന ദേവനാരാണ്? ആര്? ഇത് ചരിത്രമാണ്, നമ്മൾ ഉണ്ടാക്കി പറയുന്നില്ല. ഇത് ചരിത്രമാണ്. അപ്പൊ അങ്ങനെ വള്ളുവർക്കാണ് കൊടുത്തത്. വള്ളുവർ ആരാണ്? പറച്ചിയുടെയും ചണ്ടാലന്റെയും മകനാണ്, വിരൂപനാണ്. ആരും കണ്ടാൽ നോക്കില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തെ ഈ വള്ളുവർ ആ ഋഷിവര്യനെ കണ്ട് വരുന്നവര് അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, എന്നാൽ ഇതെന്ന് അറിയണമല്ലോ, കാണണമല്ലോ, ഇത് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അദ്ദേഹം ദൂരെ നിന്ന് കണ്ടപ്പോൾ, പല ദിവസം കണ്ടപ്പോൾ അദ്ദേഹം ഈ തിരുവള്ളുവർക്ക് ശിഷ്യനായി മാറണമെന്നുള്ള ആഗ്രഹം വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് വേറൊരു മോഹം കൂടെ വന്നു. എന്താണ്?
എന്റെ മകളെ, ഒരേ ഒരു മകൾ, ആ ബ്രാഹ്മണ ശ്രേഷ്ഠന് അതീവ സുന്ദരിയായ ഒരേ ഒരു മകള്, ഇദ്ദേഹത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്താണ് അദ്ദേഹത്തിന്റെ ബാഹ്യമായ രൂപമല്ല അദ്ദേഹത്തെ ആകർഷിച്ചത്, ഈ ബ്രാഹ്മണനെ. അങ്ങനെ പല പ്രാവശ്യം ഈ തിരുവള്ളുവരുടെ ശിഷ്യന്റെ അടുത്ത് ഈ അഭിപ്രായം പറഞ്ഞ് അവരെന്ന് പറഞ്ഞ് നമ്മളൊന്നും ഗുരുവിന്റെ മുന്നിൽ പിന്നെ ഈ അദ്ദേഹത്തിന്റെ നിർബന്ധം അനുസരിച്ച് ഒരു ദിവസം ഒന്ന് സൂചന കൊടുത്തു, നിരസിച്ചു. പിന്നീട് അദ്ദേഹം നേരിട്ട് ഇത് അഭ്യർത്ഥിക്കുകയും ഒരു നിരസിക്കും. അപ്പൊ നിരന്തരം ഇങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായപ്പോൾ ഒരു ദിവസം നിൽക്കവിടെ ശിഷ്യന്റെ അടുത്ത് പറഞ്ഞു, ഒരു വാഴയില, നല്ല വാഴയില കൊണ്ടുവരാൻ പറഞ്ഞു. ഒന്ന് വാട്ടിയെടുത്ത് കൊണ്ടുകൊടുത്തു. അദ്ദേഹം ഇരുന്നടുത്ത് നിന്നൊരു പിടി മണ്ണ് വാരി ഈ വാഴയിലെടുത്ത് പൊതിഞ്ഞ് ഈ ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് കൊണ്ട് മകളെ ഏൽപ്പിച്ചിട്ട് എനിക്ക് കഴിക്കാനുള്ള ചോറ് വേവിച്ച് തരാൻ പറഞ്ഞു. അല്ലേ? സന്തോഷമായിട്ട് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് പോയി മകളെ ഏൽപ്പിച്ചു. ഇത് വേവിച്ച് നല്ലവണ്ണം കഴുകി പരിശുദ്ധമാക്കി കലത്തിലിട്ട് വേവിച്ച് ചോറാക്കി പൊതിഞ്ഞ് തരണം. മകള് പതുക്ക, എന്താണ് ഉള്ളിലിരിക്കുന്നത്? വേവിക്കാൻ അരിയോ ഗോതമ്പോ? തുറന്നു നോക്കിയപ്പം മണല്. മറ്റ് ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? അച്ഛന് വേറെ ജോലിയില്ലേ, അച്ഛൻ എന്താ ഇത് കാണിക്കുന്നത്? വലിച്ചെറിയും. അച്ഛനാണ് കൊണ്ട് തന്നത്. കഴുകി വൃത്തിയാക്കി ഒരു കലത്തിലിട്ട് വേവിച്ചു, അടച്ച് വെച്ച് വേവിച്ചു. ഏതാണ്ട് അതിന്റെ സമയമായപ്പോ തുറന്നു നോക്കിയപ്പോ പിച്ചി പോലത്തെ ചോറ് കൊണ്ടുകൊടുത്തു. അദ്ദേഹം ഭക്ഷിച്ചു. മകളെ വിവാഹം കഴിക്കാമെന്ന് ഏറ്റവും ഇതൊരു പരീക്ഷണമാണ്. എനിക്ക് ഭാര്യയായിട്ട് വരാൻ യോഗ്യത ഉള്ളവളാണോ എന്നുള്ള ഒരു പരീക്ഷണമാണ് തിരുവള്ളുവർ നടത്തിയത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അങ്ങനെ ഭാര്യയായി കഴിയുന്ന വേളയിൽ ഒരു ദിവസം കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിട്ട് പോയി. വെള്ളം ഇങ്ങനെ കോരിക്കൊണ്ട് നിന്നപ്പോൾ ഒരു വിളി. ആ വിളി കേട്ടപ്പോൾ എന്നെയാണല്ലോ വിളിക്കുന്നത്. ആ വിളി മാത്രമാണ് ശ്രദ്ധ. ആ വിളിയിലാണ്. ബാക്കിയെല്ലാം മറന്നു. കയറിന്റെ പിടിയങ്ങ് വിട്ടു. കയറിൽ പിടിച്ചിരിക്കുന്ന പിടിയങ്ങ് വിട്ടു. ഓടിച്ചെന്നു. അപ്പോൾ അവിടെ അതൊരു അതിഥി വന്നു, അദ്ദേഹത്തെ സൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് വെള്ളം എടുക്കാൻ വന്നപ്പോൾ ആ കയറിന്റെ പിടി എവിടെ നിന്ന് വിട്ടോ അപ്പോൾ തൊട്ടി ഏതുവരെ എത്തിയോ അവിടെ നിർത്തി. കീഴോട്ട് പോയില്ല, കീഴോട്ട് പോയില്ല. അതാണ് തിരുവള്ളുവർ. അപ്പൊ ആ തിരുവള്ളുവരുടെ നാവിൽ ഒഴിഞ്ഞ ആ പരിമള ഭാരതിയുടെ ആ വേദവാക്കാണ് തിരുവള്ളുവരെ സ്ഥാനത്തെത്തിച്ചത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഗുരുവിന്റെ കൃതികളിൽ അടങ്ങിയിരിക്കുന്ന ആ കവിത്വം നമ്മളിതിനെ വായിച്ചു പോയ നമ്മൾ ശിവഭഗവാൻ. എന്നിട്ട് ആ സുബ്രഹ്മണ്യന്റെ ദർശനം കിട്ടിയല്ലോ. അതാണ് ഗുരുദേവൻ കുന്നംപാറയില് ലോകത്തൊരിടത്തും ദർശിക്കാൻ പറ്റാത്ത രീതിയില് ആ പടിഞ്ഞാറ് മഹാസമുദ്രത്തിന് അഭിമുഖമായിട്ട് വളരെ അനുഗ്രഹം ചൊരിയുമാറുള്ള സുബ്രഹ്മണ്യനെ ഗുരു ഒരൊറ്റ സ്ഥലത്ത് കാണാൻ പറ്റില്ല. ഇതൊന്നും ആർക്കും വേണ്ട. ഇതൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടി ആരും ശ്രമിക്കുന്നതുമില്ല. എന്ത് പറ്റി? എന്നിട്ട് പിന്നെ ശിവനെ ആരാധിക്കാൻ തുടങ്ങി. ശിവനെ ഈ ശിവശതകത്തിലുള്ള രണ്ടാമത്തെ ശ്ലോകമാണ് ഞാൻ പറഞ്ഞത്. ശിവ നിൻ തിരുനാമം ഓർത്ത് കണ്ടാൽ എവിടെയും ഒന്നും ഇതിന് തുല്യമില്ല. ഇവ പലതുള്ളിൽ അറിഞ്ഞിരുന്ന് ഈ ഞാൻ
ഇവിടെ ഇവണ്ണം അലഞ്ഞിടുന്നു കഷ്ടം. അല്ലയോ ഭഗവാനെ, എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല. എന്നിലേക്കെന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി എന്താണ് കാലവിളംബരം? എന്താണ് കാലവിളംബരം? ഹരിഭഗവാൻ അരവിന്ദ സൂനുവും നിൻ തിരുവിളയാടൽ അറിഞ്ഞതില്ല ഒന്നും. ഹര പിന്നെ ഇത് ആരറിഞ്ഞിടുന്നു, കടലിലിരുന്ന് കളിച്ചിടുന്നു പോലെ. അല്ലയോ ഭഗവാനെ, ഹരിഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു, അരവിന്ദൻ സാക്ഷാൽ ബ്രഹ്മാവ്, അവർക്ക് പോലും, ഈ മഹാവിഷ്ണുവിനും ബ്രഹ്മാവിന് പോലും നിന്റെ തിരുവിളയാടൽ അറിയാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഒരു സാധാരണ മനുഷ്യനായ എനിക്ക് ഇതെങ്ങനെ അറിയാൻ സാധിക്കും? എന്ന് അറിയിക്കണം. ഒരു കുറി ഒരുവരുമല്ല നമുക്ക് നീ ഒഴിഞ്ഞിങ്ങൊരു തുണ, താണ്ഡവമൂർത്തി പാർത്തലത്തിൽ സ്മരഹര സാംബ സദാവി നീ തെളിഞ്ഞ് ഇഞ്ഞ് ഒരു കൃപ നൽകുകിലെന്തു വേണ്ടി. പിന്നെ ഒരു കുറി നിൻ തിരുവേനി വന്നു മുന്നിൽ തിരുമുഖമൊന്ന് തിരിച്ചു നോക്കി എന്നിൽ പെരുകിന സങ്കട വൻകടൽ കടത്തിത്തരുവതിന്, ഞാന് കടത്തിത്തരുവതിനെന്ന് തരം വരും ദയാലോ. ഇതൊക്കെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഇതൊക്കെ വേണം പ്രാർത്ഥിക്കാൻ. ദയാലോ, ദയാലുവായ അങ്ങേ കൊണ്ടല്ലാതെ ഈ സങ്കട ദുഃഖ സമുദ്രത്തിന്റെ മറുകരയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് കൈപിടിച്ചെന്നെ കൊണ്ടെത്തിക്കുന്നതിന് ദയാലുവായ അങ്ങ് എന്താണ് മടിക്കുന്നത്? കാലവിളംബരം. കരിമുകിൽ വർണ്ണനും അക്ഷി പറിച്ചു നിൻ കടലിണ തന്നിലൊരു അർച്ചന ചെയ്തു പോൽ കഴിവരുമോ ഇതിന് നടിയന് നിൻ മിഴിമുന നൽകി അനുഗ്രഹമേഖല. ഇതൊക്കെ നമ്മൾ പഠിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു സ്ഥലത്തും വേണ്ട. ഭഗവാൻ അനങ്ങുന്നില്ല. അപ്പൊ എന്തുവാണ്? ഒന്ന് വർണ്ണിക്കണം. കേശാദിപാത വർണ്ണനം. ഇങ്ങനെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവഭഗവാനെ കുറിച്ചൊരു കേശാദിപാത വർണ്ണനം നടത്തിയിട്ടുണ്ടെന്ന് നമ്മൾ അറിയണം. ചെറുപറ ചെഞ്ചിടയെങ്കിൽ ആറുമേറും തിറമിയലും പണിമാലയും ത്രികുണ്ട്ര കുറികളും ആ മദനൻ ദഹിച്ച കണ്ണും പുരികവും എന്നും എനിക്ക് കാണണം. ഗുരുദേവനാണ്. ദിനമണി തിങ്കളണിഞ്ഞ കണ്ണ് രണ്ടും മണിമയ കുണ്ടല കർണയുഗ്മവും തേ കനകതില കുസുമം കുരിഞ്ഞു കൂപ്പി ദിനം അനുസേവകൾ ചെയ്തിടുന്നത്. ഇതിനൊക്കെ വർണ്ണിക്കാൻ വിശദീകരിക്കാൻ പറ്റൂല. ഇതൊക്കെ നിങ്ങളിപ്പോ അറിഞ്ഞിരിക്കണം അല്ലേ? പഴവിനയൊക്കെ അറുത്തിടുന്ന തൊണ്ടിപ്പഴമുണ്ട് പോരിൽ നിൽക്കുന്ന ചുണ്ടും കഴുകിയെടുത്തൊരു മുത്തടത്ത പോലെ പല്ലും മുഴുമതി പോലെ കവിൾത്തടങ്ങളും മുഖമായി. ആ മുഖത്തിൽ നിന്നാണ് നമുക്കെല്ലാം നേടേണ്ടത്. എന്താണ്? അമൃതൊഴുകും തിരമാല പോലെ തള്ളും തിമിർതയുധ തിരുവാക്കുവൻ ചെവിക്ക് ഉപനേരിഞ്ഞ് കുമിഞ്ഞഴും മനത്തേക്ക് അമൃത ചൊരിഞ്ഞതുപോലെയുള്ള നോക്കും. അല്ലയോ ഭഗവാനെ, ആ ഭഗവാന്റെ മുഖത്തിൽ കൂടി ഞാനിതാ പ്രതീക്ഷിക്കുകയാണ്, ഞാൻ യാചിക്കുകയാണ്. അമൃതൊഴുകും തിരമാല പോലെ തള്ളും തിമിർതയുധ തിരുവാക്കുവൻ ചെവിക്ക്. ഈ അമൃതാകുന്ന സമുദ്രത്തിൽ പൊങ്ങി മറിയുന്ന തിരമാലകളെ പോലുള്ള ഭഗവാന്റെ ഒരു വാക്ക് എന്റെ ചെവിയിൽ എന്ന് കേൾക്കുമോ? ഞാൻ അന്ന് പ്രാർത്ഥനായി കുമറി എരിഞ്ഞ കുമിഞ്ഞഴും മനത്തേക്ക് പറഞ്ഞാൽ തീരാത്തവണ്ണമുള്ള
വേദനകളാൽ ഞാൻ എന്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ്. ആ നീട്ടിൽ അവസാനിക്കാൻ അമൃത് ചെരിഞ്ഞതുപോലെയുള്ള ഒരു നോട്ടം മതി. എന്താണ് കാലവിളംബരം? എന്താണ് കാലവിളംബരം? കാലവിളംബം ശരി. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതിലങ്ങ് സംഭവിച്ചു പോണതാണ് കാലവിളംബം. അപ്പൊ അങ്ങനെയാണ് ഗുരുവിന്റെ കവിത, ദർശനം, ഗുരുവിന്റെ കൃതികളിലുള്ള ഒരു മഹത്വം. പിന്നെ രചനയെ കുറിച്ചൊന്നും പറയണ്ട, പ്രാസത്തെ കുറിച്ച് പറയണ്ട, അലങ്കാരത്തെ കുറിച്ച് പറയണ്ട, സമയമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മള് ഏഴംകൊല്ല നമുക്ക് നിർത്താൻ സമയമായില്ലേ? അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇനി ഒരുപാട് പറയാനുണ്ട് ഈ ഗുരുദേവത്തിൽ. കാളിനാടകോ? കാളിനാടകം തന്നെ നടന്നു. ശരി, അതിലോട്ട് കിടക്കാം. ഗുരുദേവൻ ഇപ്പൊ 75 കൃതികൾ ഗുരുദേവന്റെ പുറത്തു വന്നിട്ടുണ്ട്. ആ 75 കൃതികളും ദൈവദശകം 10 സ്റ്റോക്കുണ്ട്. 10 പദ്യങ്ങളായി. ശിവശതകം 100 പദ്യങ്ങളായി. ആത്മശതകം 100, ദർശനമാല 100 സ്റ്റോക്കുകളുണ്ട്. 4 വരികൾ അല്ലേ? കാളി നാടകം, സ്വാമിയുടെ കാളി നാടകം സ്റ്റോപ്പില്ല. ഇതുപോലെ ഒരു രചന കാണാൻ പറ്റില്ല, സ്റ്റോപ്പില്ല. ട്രെയിൻ പോകും പോലെ അങ്ങ് പോവേണ്, സ്റ്റോപ്പില്ല. അപ്പൊ ആ നാടകത്തിന്റെ തിരശ്ശീല ഒന്ന് പൊക്കാം അല്ലേ? ജലദോഷമൊക്കെ പിടിച്ചുണ്ടായി കടത്തി വരാം. അപ്പോഴേ നോക്കേ, ഇനിയൊരു ബെല്ല് അപ്പോഴത്തേക്ക് നാടകം വിളിച്ചിട്ട് പോകും. പിന്നെ നാടകമല്ലേ നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വാദകരുണ്ടായിരുന്ന ഒരു കലാ സൃഷ്ടിയാണ് നാടകം അല്ലേ? നമ്മളെല്ലാവരും പറഞ്ഞു ഗുരുദേവൻ ഇങ്ങനെ ഒരു കാളി നാടകം സ്റ്റോപ്പില്ലാതെ തുടങ്ങാം. നമോ നാദവിന്ദാത്മികേ നാശഹീനേ നമോ നാരദാദിത്യപാദാരവിന്ദേ നമോ നാൻമറയ്ക്കും മണിപ്പൂമ്പിളക്കേ നമോ നാൻമുഖാദിപ്രിയാംബ നമസ്തേ. സമസ്ത പ്രപഞ്ചം സജിച്ചും ഭരിച്ചും മുദാ സംഭരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാഘോരഘോരം വിളിച്ചും മമാനന്ദദേശേ വസിച്ചും തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിലുള്ളോളമുള്ളായിരുന്നും തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദധാരാം
ചൊരിഞ്ഞും പദാംഭോജ ഭക്തർക്ക് നിത്യം വരുന്നോരു തുമ്പങ്ങളെല്ലാം അറിഞ്ഞും കരിഞ്ഞീടുമാറാവിരാതങ്കവീജം കുറഞ്ഞോരു നേരം നനയ്ക്കുന്ന ഭക്തർക്ക് അറിഞ്ഞീല മറ്റുള്ള കൈവല്യരൂപം നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരുമ്പോൾ അറം ചെറ്റുമില്ലാതെ വാണും ചിരന്നാൾ കഴിഞ്ഞാലുമില്ലോരു നാശം കുറഞ്ഞൊന്നറിഞ്ഞീടരായിന്നഹോ ഓരൂപം മറഞ്ഞിടുമോ വിശ്വം എല്ലാവിധന്നോർത്തറിഞ്ഞിടുവാൻ ശക്തരാരുള്ളു ലോകേ മഹാദിവ്യ ദേവേശ ഗൗരീശ ശംഭോ മഹാമായ നിൻ വൈഭവം ചിന്തനീയം അടിക്കുള്ള തോണ്ടിപ്പറിച്ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്ക് അടക്കം കൊടുക്കാൻ ഇടം പെട്ടിരിക്കും ജടക്കമ്പിളി തെല്ലുമെല്ലും വിലോലച്ചലസംഗ മന്ദാര മാണിക്യമാലാ വിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചുച്ചൊളിച്ചുത്തരംഗീകൃതം പൊൻകിരീടം പരം പഞ്ചമി ചന്ദ്രനും തോറ്റുപോയി തിരക്കപ്പുറം കുറ്റമില്ലെന്ന് തേറിത്തിറം വിട്ട് കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ഏഴാം അരഞ്ഞാൺ അരക്കന്നഹം ചാർത്തുമൂർവി മണാളൻ മഹാദേവനും ബ്രഹ്മനും മുൻ പരായോരഹോ മായയിൽ പെട്ടിരിക്കുന്നു ചിത്രം മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ മഹാമായ നിൻ വൈഭവം കിന്തരണ്യം അനങ്കന്റെ പൂവില്ലി നല്ലൽ പെടുത്തും കുരിച്ചില്ലി വല്ലിക്കൊടി കല്ല് തെല്ലിങ് അനങ്കന്നും അംഗത്തിലേറ്റാൽ ഒഴിച്ചുടനങ്ങതേ പോയടങ്ങുന്നതേ നൽ പദത്താർ ഭജിക്കുന്നവർക്കുള്ള അത്തൽ പദത്തെ കൊടുക്കാനതേ ചില്ലി രണ്ടും വശത്താക്കി വച്ചപ്പോഴും മിന്നി മിന്നുന്നതും കണ്ണിണ പങ്കജപ്പൂവിലോലും കൃപത്തേൻ കൺകണം മാരിലേർ താർത്തിപോക്കും കടക്കണ്ണ് രണ്ടിങ്കലും വിമ്മി വിമ്മിക്കെടുക്കുന്നു വായുന്ന കല്ലോലിരിക്കും പടുത്വം കൊടുക്കുന്നൊരാനന്ദവാരിക്കടൽ കക്കരെ പാദഭക്ത പ്രയുക്ത ശ്രുതം സ്തോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചവിക്കൊണ്ട് നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണിക്കുണ്ടലം കൊണ്ടൊളിപ്പെട്ട് പൊങ്ങും ഗൃണിക്കങ്കിതം ഗണ്ട കണ്ണാടിയും നന്മണി ചെമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ടു രണ്ടിനുമുള്ള വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപടത്തിന് വിളിഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം തെളിഞ്ഞങ്ങനെ പൂർണ്ണ ചന്ദ്രനും അല്ലൽ കളങ്കം കൊടുക്കുന്നത് ഗംഗശോഭാങ്കുരം വക്രബിംബം കരോളോന്നത ശ്രീകരം ഘോര ദംഷാദ്വയം ഭീഷണീയം കരേ കങ്കണം കിങ്കിണി സങ്കുലം കിങ്കരീഭൂത വേതാള കൂളി പ്രവാഹം പറന്നട്ടഹാസങ്ങളിട്ടിട്ട് കുന്തം കുടഞ്ഞുള്ള ചങ്കം കൃപാണം കപാലം ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വരം സിംഹനാദത്തിനും ക്ഷീണമുണ്ടാം ഇടിക്കും പടുക്കം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്കെട്ട് നിൽക്കും കൊടിക്കായി കൊടുക്കും കടും പന്ത് പൊങ്കത്തടം താളമേളം പിടിച്ച് അമ്പരീജാല സംഗീത നൃത്തം തുടി കിങ്ങിണി വേണു വീണ പ്രയോഗം ചെവിക്കൊണ്ട് തങ്കക്കുട കൊങ്ക രണ്ടും കുളം
കുങ്കുമി പങ്കമാലയിലേക്കും പളുങ്കൊത്ത മുത്തുപ്പണം കൽപ്പവൃക്ഷത്തലം പൂങ്കുലയ്ക്കൊത്ത് കോർത്തിട്ട് മാലാ കളങ്ക വിഹീനം കലാവിച്ചു മേധാൻ അലങ്കാര ബന്ധങ്ങളും മറ്റുമുള്ളോരെല്ലാം ശക്തരല്ലാരും മൂതാനിതൊന്നും പിടിച്ചുള്ളടക്കി കൊടുക്കും വയറ്റിനടി കോമന പൂമണി പട്ടുടുത്ത് അമ്മുടിച്ചിക്ക് കച്ചപ്പുറം വെച്ചിറുക്കി കടിക്കാമ വണ്ടി കുടത്തി നഴിഞ്ഞ തുടക്കാമ്പ് തുമ്പിക്കര ശ്രീ നമിക്കും അനങ്കന്റെ തൂണീരമോടേറ്റ് തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നും കണങ്കാലടി കച്ചകം തോറ്റു തോയെ തപസ്സിന് പോകുന്ന പാദാഗ്ര ശോഭം കണങ്കാലടി താമരപ്പൂവിലോലും കളിക്കുന്ന പൂന്തേന്നുകർന്ന് ആത്തമോദം വിളങ്ങുന്ന കളിക്കുന്ന പൂന്തേന്നുകർന്ന് ആത്തമോദം വിളങ്ങുന്ന ദേവാംഗന ഗാനമേളം കളം വീണ നാനാവിധം വാദ്യഭേദം ശ്രമിച്ചും സഹിച്ചാരി നരിയാണി തന്നിൽ കണൽക്കാര പൂരം വഹിച്ചും നടന്നും മുദാശോഭ കൈലാസ ശൃംഗേരസിച്ചും കഥാദേവനാരീ സമക്ഷം വഹിച്ചും നമിച്ചും സുരന്മാർ വഹിച്ചും കടാക്ഷം ഗമിച്ചും നിജാനന്ദമോടാവിരാശാമതിക്കുള്ള കാമം ലഭിച്ചും പദാന്തേ ഭജിച്ചും തഥാ വാസദേശേ വസിച്ചും സുഖിച്ചും രമിച്ചും സ്വകാര്യക്ഷലം സംഭ്രമിച്ചങ്കുരിച്ചത്തലും മൂലമാക്കി വിളങ്ങുന്നിവണ്ണം ഭവതൃക്കടക്കൻ ചുളിച്ചൊന്ന് നോക്കായിക മൂലം കൃപാലോ നമസ്തേ നമസ്തേ നമസ്തേ. മഹാഘോര സംസാര വാരാനിധിക്കക്കരക്കേറുവാൻ തൃപ്പതക്കാരിണ കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ല അമ്പ. കാരുണ്യരാശേ നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന കാരുണ്യരാശേ നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിണത്തേൻ കടാക്ഷം ലഭിപ്പാനണഞ്ഞേൻ പദാംഭോജ വൈമുഖ്യം എന്നിൽ പിണഞ്ഞിടലാത്തേ. നമസ്തേ നമസ്തേ നമസ്തേ. പണം വെണ്ണിലും മണ്ണിലും ചെന്ന് ബുക്ക് ആശ്വസിച്ച് പണം പെണ്ണിലും മണ്ണിലും ചെന്ന് ബുക്ക് ആശ്വസിച്ച് ആത്മബോധം ഗുണം കെട്ട് ദുഃഖിച്ചു പോവാൻ അയക്കൊല്ലകം വേഗമെന്നോർത്ത് സത്വമതിയാം മുക്കണം കെട്ട് പെട്ടോരു മായാവിലാസം ക്ഷണം ക്ഷീണലോക പ്രപഞ്ച പ്രവാഹം ക്ഷണജ്യോതിരാ ചന്ദ്രതാരം. നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ നമസ്തേ. ഇതാണ് കാളിക. മുന്നിൽ വരും ഒരിടത്തും പോണ്ട, കെട്ടും കെട്ടി ഒരിടത്തും പോണ്ട. എന്താണ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? ഗുരുദേവന്ത നൽകിയിരിക്കുന്നു. ഇതുപോലൊന്ന് ആരാലും സാധ്യമല്ല. ആരാലും സാധ്യമല്ല. എന്താണ്? നമോ നാദബിന്ദു ആത്മികേ. ഈ നാദത്തിന്റെ ശബ്ദത്തിന്റെ ഉടമസ്ഥ ആരാണ്? ഞാനിപ്പോ ചൊല്ലിയ നാദം എന്റെ നാദം, എന്റെ വർത്തമാനം ആരാണ്? നാദബിന്ദു ആത്മികേ നാശഹീനേ, നാശമില്ലാത്തവളെ. ആർക്കാണ്? ദേവിക്ക് നാശമില്ല. ആ ദേവി നമ്മുടെ നാശത്തെയും ഹരിക്കുന്നു. രണ്ടർത്ഥമാണ് ഗുരു. ദേവിക്ക് നാശമില്ല, നാശഹീനെ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന നാശത്തെയും ഹനിക്കുന്നവളെ.
നാരദാദിത്യ പാതാരവിന്ദ്, നാരദന്മാരല്ല മഹാഋഷിവരന്മാര് പോലും ആ അമ്മയുടെ പാതാര വൃന്ദത്തെ പാടി പുകഴ്ത്തുകയാണ്. നമോ നാൾ മറയ്ക്കും മണിപ്പൂവും വിളക്കേ, നമോ ഞാൻ മറയ്ക്കും. ഞാൻ മറ എന്താണ്? നേരത്തെ ഒരു മറ വന്നു, അത് തന്നെയാണ് 4 മറകൾ. 4 വേദങ്ങളുടെ ഉടമസ്ഥയായ അമ്മേ, മണിപ്പൂവും വിളക്കേ, നമോ നാൻ മുഖാദി പ്രിയാംബ നമസ്തേ. ആരാണ് നാൻമുഖൻ? മഹാവിഷ്ണു പോലും, ബ്രഹ്മാവ് പോലും വണങ്ങുന്നവളെ നാൻമുഖാദി പ്രിയാംബ നമസ്തേ. സമസ്ത പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന്റെ അവകാശം സൃഷ്ടവൻ, സൃഷ്ടികർത്താവൻ ഭൂമിദേവി അമ്മയാണ് അല്ലേ? സമസ്ത പ്രപഞ്ചം സൃജിച്ചും സൃഷ്ടിച്ചും ഭരിച്ചും മുതാ സംഹരിച്ചും രസിച്ചും രവിച്ചും കളിച്ചും പുളച്ചും അമ്മയുടെ വിവിധ രൂപങ്ങളാണ്. ഇത് നമുക്ക് വിശദമായിട്ടൊന്നും ഏതാണ്ട് മണിയെട്ടായി വിശദമായിട്ട് കൊണ്ടുപോകാൻ പറ്റൂല. എന്നാലും ഞാൻ ഇതിന്റെ ഒരു രത്ന ചുരുക്കം ഇത് എനിക്ക് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഒരു കൃതി ഗുരുദേവൻ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കണം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുള്ള ഇതാണ് ഗുരുവിന്റെ രചന, ഇതാണ് ഗുരുദേവൻ അല്ലേ? അപ്പൊ അങ്ങനെ സമസ്ത ഇത് ഗുരു ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച പ്രകടനാണ്, മുഴുക്ക ദേവിയാണ്, അമ്മയാണ്, സൃഷ്ടി. ഈ പ്രപഞ്ചത്തിന് കാണുന്നതും കൂടെയാണ് ഗുരുദേവൻ ഇതിൽ കൂടി വരച്ചു കാണിച്ചിരിക്കുന്ന പ്രപഞ്ചം. എങ്ങനെ? ഓരോ രൂപം, പ്രളയം, സുനാമി അല്ലെ, മനുഷ്യന്റെ വികൃതിത്തനങ്ങള്, ഇതെല്ലാം കൂടെ ഇതിൽ ചേർത്ത് ഗുരു ഇങ്ങനെ ആവാഹിച്ച് ആ കാറ്റ് കുറുക്കി തന്നിരിക്കുകയാണ് അല്ലേ? തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം, തുളഞ്ഞുള്ളിൽ എള്ളോളമുള്ള, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് പിന്നെ സമയം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ? തിരിഞ്ഞും പിരിഞ്ഞും ഇതെല്ലാം ഈ പ്രകൃതിയുമായിട്ട് കൂടെ ബന്ധപ്പെടുത്തിയാണ് ഗുരു രചിച്ചേക്കുന്നത്. പ്രകൃതിയിൽ കൂടെ കാണുക, പ്രകൃതിയുടെ ഘോര രൂപം എന്തെല്ലാം നമ്മൾ കാണുന്നത് അല്ലേ? തിരിഞ്ഞും പിരിഞ്ഞും മഹാ ആനന്ദധാരം ചൊരിഞ്ഞും, ഇതെല്ലാം ഭക്തജനങ്ങൾക്കെല്ലാം ഈ ആനന്ദമാകുന്ന ഈ അമൃത് കൊണ്ട് ധാര ചെയ്തിരിക്കുകയാണ് ഭക്തർക്ക്. ആനന്ദധാരാം ചൊരിഞ്ഞും പദാം ഭോജ, ഭക്തർക്ക് നിത്യം അമ്മയുടെ പാദത്തെ സേവിച്ച് വണങ്ങി കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന് പദാം ഭോജ ഭക്തർക്ക് നിത്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തെളിഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരുമ്പോൾ അർത്ഥം ചറ്റുമില്ലാതെ വാണും ചിരന്നാൾ. ദേവി അങ്ങനെ ചെയ്യാണ്. ഇവിടെ ഒരു തടസ്സവുമില്ല. കുറഞ്ഞൊരു നേരം നിലയ്ക്കുന്ന ഭക്തർക്ക് അറിഞ്ഞില്ല മറ്റുള്ള കൈവല്യ രൂപം. നമ്മളൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഓർമ്മിക്കും, ചില സന്ദർഭങ്ങളിൽ മാത്രം ഓർമ്മിച്ചങ്ങ് വിടയാണ്. പിന്നെ എല്ലാം ആയിക്കോളൂന്നാണ് വിചാരിക്കുന്നത്. ആ ഭക്തർക്ക് ദേവിയുടെ മഹാത്മ്യത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും എഴുതിയാലും തീരാത്ത മഹാ ചൈതന്യത്തെ അറിഞ്ഞില്ല. മറ്റുള്ള കൈവല്യരു മറഞ്ഞിടുമോ വിശ്വമെല്ലാം, അതല്ല കഴിഞ്ഞാലും ഇല്ലോരു നാശം കുറഞ്ഞെന്ന് അറിഞ്ഞിടരായിരുന്നോ ഓരോ രൂപം. ഈ രൂപത്തെ നമ്മളറിയണം. പിന്നെ അങ്ങനെ ദേവിയുടെ ഈ ദേശാധിപാത വർണ്ണനയും അലങ്കാരങ്ങളും കിരീടങ്ങളും കുണ്ടലങ്ങളും അതും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഗുരുദേവൻ വർണ്ണിച്ചു പോയിരിക്കുന്നത്. നമ്മൾ കാണുന്ന ദേവി സങ്കല്പമല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം.
നമ്മൾ കാണുന്നത് ഈ ഘോര രൂപമൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ കാണുന്ന ദേവിയുടെ സങ്കല്പമേ അല്ല. ഗുരുദേവൻ പ്രകൃതിയുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത് രചന നടത്തിയിരിക്കുന്നത്. അല്ലേ അല്ലെ? അതിന്റെ പോക്കുകളൊക്കെ കണ്ട ഇത് ആർക്കും സാധിക്കും. മഹാഘോര സംസാര വാരാനിധിക്കക്കരക്കേറുവാൻ, ഈ മഹാഘോര ഈ സംസാര ദുഃഖത്തിൽ കിടന്ന് നമ്മൾ കയ്യും കാലും കടിക്കും. മഹാഘോര അവസാനത്താണ്. മഹാഘോര സംസാര വാരാനിധിക്കക്കരക്കേറുവാൻ തൃപ്പദത്താരിണ കപ്പലല്ലാതൊരാലംബനം. ഗുരുവിന്റെ വാക്കുകൾ കേട്ട കപ്പലൊക്കെ കൊണ്ടുവന്നത് അമ്മയുടെ ആ തൃപ്പാദങ്ങളാകുന്ന കപ്പല്, അതിൽ കയറ്റി ഞങ്ങളെ ഈ സംസാര ദുഃഖ സാഗരത്തിന്റെ മറുകരയിലെത്തിക്കാനുള്ള ഒരു കപ്പലാണ് മഹാഘോര സംസാര വാരാനിധിക്കക്കര കയറുവാൻ തൃപ്പദത്താരിണ കപ്പൽ അല്ലാതൊരു ആലംബനം മറ്റെനിക്കൊന്നുമില്ല. അമ്പ കാരുണ്യരാശേ, നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന. ഇതുപോലെ നമ്മൾ പോണ്ട, ചിന്തിച്ചാ മതി. അമ്മയെ കുറിച്ച് ഒന്നും വീട്ടിൽ ചിന്തിച്ചാൽ മതി. ഞാൻ ആര് ചെയ്യുന്നു? നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിണത്തെ കടാക്ഷം ലഭിപ്പാൻ, ആ മഹനീയമായ ആ മനോഹരമായ അതാണ് തൃക്കണ്ണിണ. രണ്ട് കണ്ണ്, എന്ത് മനോഹരമായ നേത്രമാണ് ദേവിയുടെ. തൃക്കണ്ണിണത്തേൻ കടാക്ഷം, കണ്ട തേൻ തുളുമ്പുന്ന കടാക്ഷം ലഭിപ്പാൻ അണഞ്ഞേ. ഞാനിത് അണഞ്ഞിരിക്കുകയാണ്. പദാംഭോജ വൈമുഖ്യം എന്നിൽ പിണഞ്ഞിടല. ഇതിനൊരു വൈമുഖ്യവും ഉണ്ടാകല്ലേ ദേവി അമ്മേ. ഹേ നമസ്തേ നമസ്തേ നമസ്തേ. എന്റെ ചിന്തയും എന്റെ പ്രവർത്തനങ്ങളും ഒരു നന്മയുള്ളതാക്കി മാറ്റണം. എന്തിനാണോ ഇന്നിവിടെ വിഷയം? പാകിസ്ഥാനും ഇന്ത്യയും റഷ്യയും ഉക്രൈനും ഇസ്രായേലും പാലസ്തീനും ഇറാനും ഇറാഖും ഇന്നെന്താ മണ്ണിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു. 10,000-കണക്കിന് അമ്മമാരും കുട്ടികളും പടഞ്ഞ് വീഴുന്നു. മണ്ണിനു വേണ്ടിയാണ്, മണ്ണിനു വേണ്ടിയാണ്. അല്ലേ? അത് ഗുരുദേവൻ ഇതിൽ പറയുന്നുണ്ട്. അവൻ പെണ്ണിലും മണ്ണിലും ചെന്ന് പുക്ക് ആശ്വസിച്ച് ആത്മബോധം ഗുണം കെട്ട് ദുഃഖിച്ച് പോവാൻ അയക്കൊല്ലഹം ദേഹമെന്നോർത്ത്. ഈ ദേഹം അതിനുള്ളതല്ല. ദേഹമെന്നോർത്ത് സത്വമതിയ മുക്കണം കെട്ട് പെട്ടോരു മായാവിലാസം ക്ഷണം ക്ഷണം ക്ഷീണലോക പ്രപഞ്ച പ്രവാഹം. ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിന്റെ പോക്ക്. ഗുരു എന്തെഴുതിയതായത്? ക്ഷണം ക്ഷീണലോക പ്രപഞ്ച പ്രവാഹം. വളരെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായ സ്ത്രീകളെയും അമ്മമാരെയും കൊച്ചു കുഞ്ഞുങ്ങളെയും അവർ ആഹാരത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ വിശന്ന് വലഞ്ഞ് ഈ ക്യൂവിൽ നിൽക്കുന്ന കുട്ടികൾ പോലും മരിച്ചു വീഴുന്നു. ആ കുട്ടികളുടെയും തള്ളമാരുടെയും ആ യാചിച്ച് നിൽക്കുന്നവരുടെ ഇടയിൽ ബോംബ് വർഷിച്ച് അവരെയൊക്കെ കൊല്ലുന്ന ആ നില ഒന്ന് ചിന്തി. ഏത് ഭരണാധികാരിയാണ് ആരാകട്ടെ, അതാണ് ക്ഷണം ക്ഷീണലോക പ്രപഞ്ച പ്രവാഹ. ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എന്ന് എഴുതിയത് ക്ഷണജ്യോതിരാ ചന്ദ്രതാരം. നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ. ഇതാർക്കും സാധിക്കും. ഇതാണ്
ഗുരുദേവന്റെ കാളി നാടകം. ഇത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ 2-ാം 3-ാം 4-ാം ഇതിന്റെ പോക്ക് തന്നെ കണ്ട, ഗുരുദേവന്റെ രചന കണ്ട, എന്താ വാക്കുകളൊക്കെ കണ്ട, ഘോര ദംശാദ്വയം, ഭീഷണീയം കരേ കങ്കണം കിങ്കിണി സങ്കുലം കിങ്കരി ഭൂതവേതാള കൂളി പ്രവാഹം പറന്നട്ടഹാസങ്ങൾ ഇട്ടിട്ട് കുന്തം കുടഞ്ഞുള്ള ചന്തം കൃപാണം കപാലം പടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം സിംഹനാദത്തിനും ക്ഷീണമുണ്ടാം ഇടിക്കും പഠിത്തം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്കെട്ട് ദിക്കും പൊടിക്കായി കൊടുക്കും കടും പന്ത് കൊങ്കത്തളം താളമേളം പിടിച്ച് അമ്പലീജാല സംഗീത നൃത്തം. അറിയില്ല രൂപങ്ങളാണ് സംഗീത നൃത്തം. തുടി കിങ്ങിണി വേണു വീണ പ്രയോഗം ചെവിക്കൊണ്ട് തങ്കക്കുട കൊങ്ക രണ്ടും കുളം കുണ്ടുണി എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുള്ളൂ. ഞാൻ ഗുരുവിനെ പഠിച്ചു വരുന്ന ഒരു ചെറിയ എളിയാണ്, ഭക്തനാണ്. ഗുരുദേവ കൃതികൾ ഇങ്ങനെ പഠിച്ച് ആവശ്യമുള്ളിടത്ത് പറഞ്ഞു കൊടുക്കും. ഇതിപ്പോ എന്താ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് നിങ്ങളല്ലേ. നമ്മൾ പരസ്പരം ഈ നാട്ടുകാര് ഒരു വീട്ടിലാണ് അല്ലേ? അതുകൊണ്ട് ഇത്രയും നേരം എന്നെ അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ ഈ ചെറിയ ഈ വാക്കുകൾ ഇവിടെ ഉപസംസ്കരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഗുരുദേവന്റെ അനുഗ്രഹം വേണ്ടതോളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സംഭാഷണം ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.